സംക്രാന്തി വസനം ഈ ഒരു വർഷം തെലുങ്കിൽ നിന്ന് ഇറങ്ങി വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്തിട്ടുണ്ടായിരുന്ന ഒരു ആക്ഷൻ കോമഡി ചിത്രമാണിത്. ഈ ഒരു സിനിമ ഇപ്പോൾ C5-ൽ അവൈലബിൾ ആയിട്ടുണ്ട്. തെലുങ്ക് ചിത്രമാണെങ്കിൽ കൂടിയും C5-ൽ മലയാളം, തമിഴ് ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ഡബ്ബ് ചെയ്തും അവൈലബിൾ ആണ്. ഞാൻ മലയാളത്തിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. വലിയ തരക്കേടില്ലാത്തൊരു ഡബ്ബിംഗ് എന്ന് പറയാൻ സാധിക്കും. എന്തായാലും ഈ ഒരു ചിത്രത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ചിത്രത്തിന്റെ കഥ എന്നുള്ളത് നമ്മളുടെ ചിത്രത്തിലെ ഒരു സുപ്രധാന കഥാപാത്രം, ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഒരു CEO ആണ്. എന്തായാലും ആളുടെ പേരെന്നുള്ളത് സത്യ അഖേല എന്നുള്ളതാണ്. ആള് ഒരു മിനിസ്റ്റർ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഒരു മിനിസ്റ്ററുടെ ക്ഷണപ്രകാരം അങ്ങോട്ടേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് എത്തുകയാണ്. ഈ വന്ന പുറകെ തന്നെ അദ്ദേഹത്തിനെ കുറച്ച് ഗ്യാങ്ങുകൾ കിഡ്നാപ്പും ചെയ്യാണ്. ആ കിഡ്നാപ്പ് ചെയ്യുന്നവർക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കി എടുക്കുക. ശേഷം ഈ ഒരു CEO ആയിട്ടുള്ള ആളെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി നമ്മളുടെ ചിത്രത്തിൽ കുറച്ച് ടീം നടത്തുന്ന ഒരു മിഷനാണ് ഈ ഒരു സിനിമയിലൂടെ കാണിച്ചു തരുന്നത്. ഇതിനപ്പുറത്തേക്കും സിനിമയ്ക്കുള്ളിൽ മറ്റു ചില കാര്യങ്ങളുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നായകനെയും അതിൻ്റെ ഫാമിലിയൊക്കെ ചുറ്റിപ്പെടുത്തി കുറച്ച് രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നുള്ളത് നിങ്ങൾ സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കി എടുക്കാം. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ സാധിക്കുന്ന ഒരു സിനിമയായിട്ട് തന്നെയാണ് ഈ സംക്രാന്തി വസനത്തിനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതും നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ ഒരുപാട് സീരിയസ് ആയിട്ട് ആ ഒരു അപ്രോച്ചിലിരുന്ന് കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിനിമ അത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ സ്റ്റോറിക്കുള്ളിൽ അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേക്കുള്ളിൽ ഒരുപാട് ലോജിക്കൽ ലൂപ്പ് ഹോൾസും അല്ലെങ്കിൽ ലോജിക് എന്ന് പറയുന്ന ഒരു സാധനം തൊട്ട് തീണ്ടിയിട്ടില്ല സിനിമയുടെ ഒരു കഥാപരിസരത്തിനുള്ളിൽ. അതുപോലെ തന്നെ ഒരുപാട് ക്ലീഷേഴ്സ് നിറച്ചാണ് സിനിമയുടെ കഥ അവതരിപ്പിച്ചു പോകുന്നത്. അതും നിങ്ങൾക്ക് ഒരു അരമണിക്കൂറൊക്കെ വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നും. പക്ഷേ ആ ഒരു അരമണിക്കൂർ കൊണ്ട് നിങ്ങൾ ഈ സിനിമയുടെ മൂഡൊന്ന് പിടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ സിനിമയ്ക്കുള്ളിൽ യാതൊരു ലോജിക്കും ഇല്ല, അതുപോലെ തന്നെ കുറേ ക്ലീഷേഴ്സും കാണും, ഇത് നിങ്ങൾക്ക് അംഗീകരിച്ച് മുന്നോട്ട് കാണാൻ പറ്റുവാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, ഒരു ഫൺ റൈഡാണ്, ഓക്കെ കൊള്ളാം കേട്ടോ എന്നുള്ള ഒരു ഫീൽ നൽകുന്ന രീതിയിലുള്ള ഒരു കഥയും തിരക്കഥയൊക്കെ ആയിരുന്നു ചിത്രത്തിനുള്ളിൽ ഉണ്ടായിരുന്നത്. അതും ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഫോർത്ത് വാൾ എന്ന് പറയുന്ന ഒരു പരിപാടി കുറേ പിടിച്ചിട്ടുണ്ട്. അത് നല്ല രസമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ആ ഫൈറ്റ് സീക്വൻസിൽ ആ ഒരു പരിപാടി കൊടുത്തേക്കുന്നത് നല്ല എൻ്റർടൈനിങ് രീതിയിലായിരുന്നു. അത് നായകൻ പ്രേക്ഷകരുമായിട്ട് സംവാദിക്കുന്ന അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് കുറച്ച് ഉപദേശങ്ങളൊക്കെ നൽകുന്ന രീതിയിലുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു സിനിമയിലെ പ്രകടനങ്ങളെ പറ്റിയും എടുത്തു പറയണം. എസ്പെഷ്യലി വെങ്കടേഷിൻ്റെ കാര്യമാണ്. അതായത് ഒരു ഹസ്ബൻഡാണ് അദ്ദേഹം, ഒരുപാട് സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നല്ല രസമായിട്ട് പ്രേക്ഷകർക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് പ്രകടിപ്പിച്ച് അത് സ്ക്രീനിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മീനാക്ഷി ചൗധരിയാണ് ഒരു നായികയായിട്ട് എത്തുന്നത്. അതുപോലെ ഐശ്വര്യ രാജേഷാണ് മറ്റൊരു നായികയായിട്ട് എത്തുന്നത്. മീനാക്ഷി ചൗധരിയും ആ ഒരു ഏറ്റെടുത്ത റോള് നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഐശ്വര്യ രാജേഷിൻ്റെ കാര്യത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും വ്യക്തിപരമായിട്ട് എനിക്കത് കുറച്ച് കല്ലുകടിയൊക്കെ ആയിട്ട് പലയിടങ്ങളിലും തോന്നി. അതായത് കുറേ ഓവർഡോസ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കേണ്ട താരങ്ങളാണ് എല്ലാവരും. അത് ഓവറോൾ ഉള്ള എല്ലാ, അതായത് വില്ലന്മാരാകട്ടെ, നായകന്മാരാകട്ടെ, അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് താരങ്ങളാകട്ടെ, എല്ലാവരും ഇച്ചിരി ഓവറായിട്ടുള്ള പ്രകടനം തന്നെയാണ് സിനിമയ്ക്കുള്ളിൽ കൊടുക്കേണ്ടത്. പക്ഷേ ഐശ്വര്യ രാജേഷിൻ്റെ ക്യാരക്ടർ മാത്രം എനിക്ക് കുറച്ച് കല്ലുകടിയായിട്ട് പലയിടങ്ങളിലും തോന്നി. കുറച്ചു അത് ഓവർഡോസ് ആണെങ്കിൽ അതിന് മേലെ കുറച്ച് പോയില്ലേ എന്നുള്ളത് എനിക്ക് തോന്നി. അതുമാത്രം എനിക്ക് പെർഫോമൻസിൽ വലിയൊരു കുഴപ്പമായിട്ട് തോന്നിയിട്ടുള്ളൂ. ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞാലും അത്യാവശ്യം ഒരു ജനറൽ ഓഡിയൻസിനെ അത്യാവശ്യം ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് പറയാൻ സാധിക്കും. അത്യാവശ്യം തിരക്കേടില്ലാത്ത സിനിമാറ്റോഗ്രഫി കാഴ്ച, അതുപോലെ തന്നെ മ്യൂസിക് വർക്ക് എന്നുള്ള കാര്യം പറയാൻ സാധിക്കും. മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നിങ്ങൾ ഒരുപാട് സീരിയസ് ആയിട്ട് സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് അത്രയും ദഹിച്ചു എന്ന് വരില്ല. മറിച്ച് എനിക്ക് അങ്ങനെ ഞാനിങ്ങനെ സീരിയസ് ആയിട്ട് വളരെ ആധികാരികമായിട്ട് സിനിമയെ കാണുന്ന ഒരാളൊന്നുമല്ല. മറിച്ച് എനിക്ക് ഒരു 2-2.5 മണിക്കൂർ എൻ്റർടൈൻ ചെയ്യണം, കുറേ ഫൺ മൂഡിലുള്ള കുറേ പരിപാടികളൊക്കെ കണ്ട് ചിരിക്കണം എന്നൊക്കെയുള്ള ഒരു മൈൻഡുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത്തരത്തിലുള്ള സിനിമയാണ്. ഞാൻ ഈ സിനിമയുടെ ഒരു സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഈ CEOനെ കുറച്ച് പേര് കിഡ്നാപ്പ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ കിഡ്നാപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് പുറലോകം അറിയില്ല. പുറലോകം അറിഞ്ഞു കഴിഞ്ഞാൽ ആ സംസ്ഥാനത്തിന് തന്നെ നാണക്കേടാണ്. അതുകൊണ്ട് അവർ പെട്ടെന്നൊരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യണം. അത് അദ്ദേഹത്തിൻ്റെ മുഖസാദൃശ്യമുള്ള ആരെങ്കിലും കണ്ടെത്താമെന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഡേറ്റാസൊക്കെ എടുത്ത് പരിശോധിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ TV-ക്കുള്ളിൽ ഒരു ഓട്ടോ ഡ്രൈവറെ ബന്ധപ്പെടുത്തി ഒരു ന്യൂസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ ഓട്ടോ ഡ്രൈവർക്ക് ഏകദേശം ഒരു മുഖച്ഛായ തോന്നി. തൊട്ടുപുറകെ നമ്മുടെ നായിക അല്ലെങ്കിൽ മീനാക്ഷി ചൗധരി ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ്. അവൾ പെട്ടെന്ന് തന്നെ ഇത് ഫോണിൽ ആ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ രൂപത്തിലുള്ള ഹെയർ സ്റ്റൈലും അങ്ങനെയുള്ള മേക്കപ്പ് പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം എക്സാക്റ്റ് നമ്മുടെ CEO അത്തരത്തിലുള്ള ക്ലീഷ പരിപാടിയാണ് മൊത്തത്തിൽ പിടിച്ചിരിക്കുന്നത്. അതൊന്നും മൈൻഡിൽ വെക്കുക. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഒരു 6.5 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്. 10 6.5. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുടുംബവും കുട്ടികളൊക്കെ ആയിട്ടിരുന്ന ഒരു ഫൺ റൈഡിലുള്ള ഒരു സിനിമ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സമീപിച്ച് നോക്കാൻ സാധിക്കുന്ന ഒരു സിനിമ. ഓക്കെ, നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.